കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസ പ്രാർത്ഥന 3-ാം ദിവസം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ, കൂട്ടി വരുത്തിയല്ലോ. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം പ്രിയ ജേക്കബ് അച്ചായനോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ നൽകിയതിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുമ്പായി സമയമില്ലല്ലോ, അതുകൊണ്ട് വേഗത്തിൽ സ്തോത്രം സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നു. വായിച്ചാട്ട് 103-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, നിന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ എന്ത് ചെയ്യും? ആദ്യം പ്രൈസ് ദി ലോർഡ്. നമ്മെ ഇപ്പോഴല്ല, നമ്മൾ എപ്പോഴും എന്തുവാണ്? നമ്മളെല്ലാം കംപ്ലൈന്റ് ബോക്സ് ആണ്. ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അവർ ഈ വഴക്കിടുമ്പോ ഇവൾ കംപ്ലൈന്റ് ബോക്സാണ്, ഇവൾ കംപ്ലൈന്റ് ബോക്സ് ആണ് പറയുന്നത് പോലെ നമ്മൾ എന്തുവാണ്? ഏകദേശം ഒരു കംപ്ലൈന്റ് ബോക്സാണ് അല്ലേ? എപ്പോഴും എന്തുവാണ്? ഈ കംപ്ലൈന്റോടെ അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അത് ആയില്ല, ഇത് ആയില്ല, എപ്പോഴും കംപ്ലൈന്റാ. പക്ഷെ ഇവിടെ ഈ ദാവീദ് ആദ്യം തന്നെ പറയുകയാണ്, കംപ്ലൈന്റ് എല്ലാം കുറെ ഇട്ട് കളഞ്ഞു. ആദ്യം ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത 2-ാം വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്വതന്ത്രം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപഹാരങ്ങൾ ഒന്നും മറക്കരുത്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. தமிழ் எப்படி இருக்கு? என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, அவர் செய்த சகல உபகாரங்களையும் மறவாதே. சகல உபகாரங்களையும் ஒவ்வொரு நாளும் ஆண்டவர் நம்ம நடத்துற விதங்களை நம்ம பார்க்கும் பொழுது இல்லையா, ஆண்டவருக்கு நம்ம மகிமை செலுத்தாம இருக்க முடியுமா? ஆண்டவருக்கு நன்றி செலுத்தாம இருக்க முடியுமா? என்னுடைய இந்த நாசியில இந்த மூச்சு இருக்கிறதுக்கு காரணம் நான் இல்ல, அது ஆண்டவருடைய கிருபை அப்படின்றத புரிந்து கொண்டு ஒவ்வொரு நாளும் வாழ வேண்டும். because I cannot control anything in my body. எனக்கு என்ன கண்ட்ரோல் பண்ண, எனக்கு ஏதாவது கண்ட்ரோல் பண்ண முடியுமா? can I control this? can I control my heart? can I control my liver? can I control my intestine? I cannot control anything. Praise the Lord. Everything, if I am living, praise the Lord, ദൈവത്തിന് മഹത്വമാണ്, ദൈവത്തിന് കൃപയാണ്, ദൈവത്തിന് കൃപയാണ്. അതാണ് ബൈബിൾ സംഗീതം പറയുകയാണ്. സ്വതന്ത്രം, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ളവരായി തീരണം. ആദ്യമായിട്ട് അതിന് പുറകെ നമ്മൾ സംഗീതം വായിച്ചു കഴിഞ്ഞാൽ കുറെ ലിസ്റ്റ് ഇടുകയാണ് ഇവിടെ ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും 1 by 1 ആയിട്ട് അവിടെ ലിസ്റ്റ് ഇടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. सुंदर भाई ये वचन 2 पढ़िए, 103 का. हे मेरे मन, हाँ, हे मेरे मन यहोवा को धन्य कहो, हाँ, यहोवा का धन्य करो और उसकी किसी उपकार को ना भूलना. देखा ना, उसका किसी उपकार का ना भूलना. प्रेज द लॉर्ड. है ना, हम लोग कभी हमेशा हम लोग क्या करते हैं? अपना जो वो नहीं है, ये नहीं है, अपना वो अपना ह्यूमन माइंड ऐसा ही है. Even though we are born again, still you know that reformation it should happen slowly, है ना? तो हम लोग तो इधर दाऊद ऐसा नहीं है. वो पहले अपना जिंदगी में जो परमेश्वर पिता जो भी अनुग्रह दिया है, जो कृपा दिया है, जो आशीष दिया है, उसको देख के वो परमेश्वर पिता को महिमा दे रहा है. प्रेज़ द लॉर्ड. भाई बोला ना, जो पढ़िए वो वचन, दूसरा वचन. हे मेरा मन, हाँ, यहोवा को धन्य कहो, हाँ, यहोवा का धन्य कहो और उसकी किसी उपकार को, हाँ, उसको किसी उपकार को ना भूलना. देखा ना? प्रेज़ द लॉर्ड. तो ये हमारा जिंदगी में ऐसा होना चाहिए. इसका पीछे लिखा है, बहुत बड़ा लंबा लिस्ट लिखा है दाऊद ने, क्या क्या उपहार मेरे को परमेश्वर पिता ने करके दिया करके. ये जो भजन संगीत का पीछे बहुत लंबा लिस्ट दिया है. तो हमेशा हम लोग भी जो परमेश्वर के पास जाने के टाइम है ना, परमेश्वर मेरा जिंदगी में कितना उपहार किया है, मेरा जन्म से लेकर अभी तक, उसका उपहार का बिना हम लोग जी सकते हैं क्या महेश भाई? जी सकते हैं? कभी नहीं, है ना? कभी नहीं जी सकते.
जो अंदर हम लोग सांस ले रहे हैं वो बाहर नहीं आएगा तो क्या होगा? खत्म, खत्म है ना, बस। तो अपना जिंदगी में जो भी चीज है या अपना फैमिली में लेना कोई भी है, प्रेज द लॉर्ड, जो हम लोग, जो परमेश्वर पिता ने हमको कितना उपहार दे रहा है उसको हम लोग कभी भूलना नहीं। यही तो दाऊद बोल रहा है, ना भूलना। वही लिखा ना, प्रेज द लॉर्ड। हे मेरे मन यहोवा को धन्य कह और उसके किसी उपहार को ना भूलना। किसी उपहार को कोई भी भूलना नहीं, छोटा बड़ा ऐसा नहीं है, कोई भी उपहार हमको भूलना नहीं। प्रेज द लॉर्ड। हम लोग we should be thanksgiving to the God. ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട്, ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് നമ്മളെല്ലാം വലിയ വലിയ കാര്യം பிரச்சனை வரும்போது, பெரிய ஒரு பிரச்சனை வந்து ஆண்டவர் விடுவிச்சிட்டார் அப்படின்னா ஆண்டவர் அப்படியே மகிமை செலுத்துவோம். ஆனா சின்ன சின்ன காரியங்கள்ல ஒரு தலைவலியில இருந்து ஆண்டவர் விடுதலை கொடுக்கறான்னு சொல்லுவாங்க, அது ஒன்றும் பெரிய விஷயம் இல்லை. இதே ஒரு கேன்சர்ல இருந்து விடுதலைனா அப்படியே ஆண்டவரை மகிமைப்படுத்தும் இல்லையா? இங்க சொல்லுது சகல உபகாரங்கள், சகல உபகாரங்கள், everything is included, right? What's it in English? Verse 2. Praise the Lord, my soul, and forget not all his benefits. Forget not all his benefits, all his blessings, all his benefits. Praise the Lord. तो அப்போ நன்றி உள்ளவராக இந்த ദിവസം നമ്മൾ എന്തായി തീരണം? ദൈവത്തിന്റെ സന്നിധിയിൽ ആയി തീരുമ്പോഴാണ് ദൈവം എന്തെയ്യുന്നത്? Praise the Lord. So നമ്മളിൽ പ്രസാദിക്കും. നമ്മൾ എപ്പോഴും രാവിലെ മുതൽ വൈകിട്ട് വരെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കും. ഇല്ലേ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം, നോ പ്രോബ്ലം. എപ്പോഴും കംപ്ലൈന്റാ, എനക്ക് അത് ഇല്ല, ഇത് ഇല്ല, എനക്ക് അത് വേണം, ഇത് വേണം, അവനക്ക് അതുകൊണ്ട് എനക്ക് എന്തുകൊണ്ടാ ഇല്ല. എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പിന്നെ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, അവനോട് ഇഷ്ടം കുറഞ്ഞു വരും, പിന്നെ അവനെ ഇഗ്നോർ ചെയ്യും. പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും ചെയ്യത്തില്ല, ഓ ഇവിടെ വേറെ പണിയില്ല, എപ്പോഴും കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ, കുറവ് മാത്രമേ ഉള്ളൂ. ദൈവം അവന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കാത്ത ഒരു നന്ദിയില്ലാത്ത ഒരു വ്യക്തിയായി എന്താ ചെയ്തത്? നമ്മള് ആയിത്തീരുന്നത്. We have to be a thanksgiver. We should always thanks give to God. Praise the Lord. സ്തോത്രം. നാളെ താളോട്ട് വായിച്ചേ 2 മുതൽ 6 വരെ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകത്തൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ തൃപ്തി വരുത്തുന്നു. കണ്ടു, എത്ര അനുഗ്രഹമാണ് ഇത്. ഇന്ന് ഇനി കുറെ നിങ്ങൾ പതിയെ വായിച്ചാൽ മതി, ഇനി സമയമില്ലല്ലോ. അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ധ്യാനിക്കുകയാണ്. എന്താണ്? അവൻ നിന്റെ അകൃത്യമൊക്കെയും എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷമിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ പാപങ്ങളും என்ன பண்ணிட்டார்? ஆண்டவர் നീക്കിയിരിക്കാർ. അടുത്ത് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയിരിക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത് അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമുക്ക് ആവശ്യമുള്ള നന്മ കൊണ്ട് ദൈവം എന്ത് ചെയ്യുക? തൃപ്തി വരുത്തുക. സ്തോത്രം. അടുത്ത് യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി ന്യായവും നടത്തുന്നു. നീതിയും ന്യായവും. കണ്ടോ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. എല്ലാ പാപങ്ങളിലും ദൈവം വിടുവിച്ചിരിക്കുകയാണ്. സകല രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുകയാണ്. നാശത്തിൽ നിന്നല്ല, എന്റെ പ്രാണനെ, എന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. ദയയും കരുണയും കൊണ്ട് എന്നെ അണിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തും. അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലിമല്ല ആകുമ്പോ അല്ലേ, ചിലപ്പോ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലെ ആയിരിക്കാം. ക്രിസ്ത്യാനി പറയുമ്പോ ചിലപ്പോ അല്ലേ ഒരു അവിടെ എന്ത് ചെയ്യും? ഒന്നും പ്രൊമോഷൻ കൊടുക്കരുത്, അവിടെ ഇത് ചെയ്യരുത്. അല്ലേ? അതുപോലത്തെ നമുക്ക് അൺറൈച്ചിയസ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി
നീതി പ്രവർത്തിക്കുന്നു. Praise the Lord. അതാണ് വായിക്കുന്നില്ലേ, സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തും. അപ്പൊ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ജനമായി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തെ എത്ര നമ്മൾ മഹത്വപ്പെടും, ദൈവത്തെ എത്ര സ്തുതിക്കണം. ഹല്ലേലൂയ. ആ ദാവീദിന് കിട്ടിയ വെളിപ്പാട് പോലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്ന പ്രൈസ് ദി ലോർഡ്, നമ്മൾക്ക് ഈ ഒരു വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര പരിതാപകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഈ ദിവസങ്ങള് ദൈവത്തിന് നന്ദി ഉള്ളവരായി തീരണം. ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരണം. ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരണം. എന്റെ മഹത്വത്തെ ഞാൻ ആർക്കും വിട്ടു തരുകയില്ലെന്ന് പറഞ്ഞ ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് എന്തായിത്തീരുന്നത്, ദൈവം നമ്മളിൽ പ്രസാദിക്കും. அப்படி இருக்கும்போது என்ன பண்ணுவாரு, தாவீது சொல்றாங்க, பழைய ஏற்பாட்டில் வாசிக்கிறோம், என்னுடைய மகிமையை நான் யாருக்கும் விட்டு கொடுக்க மாட்டேன். அப்போ ஆண்டவருக்கு கொடுக்க வேண்டிய மகிமையும் ஆண்டவருக்கு தான் கொடுக்கணும். பிரைஸ் தி லார்ட். எனக்கு நல்ல ஒரு ஆரோக்கியம் இருக்கு அப்படின்னா நான் நல்லா எக்சர்சைஸ் பண்றேன், நான் நல்லா டயட் சாப்பிடுறேன், நான் போய் ஜிம்முக்கு எல்லாம் போறேன் அப்படின்னு நினைச்சு நான் என்னுடைய அந்த இதுல நான் நினைக்கிறேன், மீன்ஸ் அதனாலதான் எனக்கு ஃபிட்டா இருக்கு நினைக்கிறேன் அப்படின்னா நான் யாருக்கு மகிமை கொடுக்குறேன்? ரிஷப் எனக்கு. ஏன்னா நான் நல்லா டயட் சாப்பிடுறேன், நான் ஸ்வீட் சாப்பிடுறது இல்ல, நான் டெய்லி ஜிம்முக்கு போறேன், நான் கரெக்டா இருக்கிறேன், அதனாலதான் எனக்கு ஹெல்த் நல்லா இருக்கு நினைச்சேன் அப்படின்னா நான் மகிமை ஆண்டவர் கொடுக்கல, நான் எனக்கு கொடுக்கிறேன். எத்தனை ஃபிட்டா இருக்கிறவங்க எத்தனை பேர் என்ன ஆச்சு அப்படியே எக்ஸசைஸ் பண்ணிட்டு இருக்க பட்டுன்னு இல்லையா கீழே போய் மறிக்கிற அநேகர் இருக்காங்க. அப்போ ஆண்டவருக்கு கொடுக்க வேண்டிய மகிமையை நான் ஆண்டவருக்கு கொடுக்கணும், எனக்கு எடுக்கவே கூடாது. I cannot touch his glory. I cannot touch his glory. I should always give glory to the Almighty God. Praise the Lord. है ना, उसका नीचे जो 103 का नीचे जो 2 से 6 तक जो दाऊद ने लिखा है, देखिए उसमें जो उपहार का थोड़ा सा लिखा है, ज्यादा नहीं है ना, वो 3 से पढ़िए। वही तो तेरे सब अधर्म को क्षमा करता है और तेरे सब रोगों को चंगा करता है। वही तो तेरे प्राण को नाश होने से बचा लेता है और तेरे लिए तेरे सिर पर करुणा और दया का मुकुट बंधनता है। वही तो तेरी लालसा को उत्तम पदार्थों से तृप्त करता है, जिससे तेरी जवानी उकाब की नाई हो जाती है। हाँ देखा ना, अभी इसमें 3 में देखे सब अधर्म का क्षमा किया है, हम लोग इतना धर्म किया है, वो सबको वो क्षमा किया है और सब रोगों का चंगा कर दिया। कितने बार हम लोग रोग में गिर गया था, उसमें सब उससे कौन चंगा किया? परमेश्वर पिता ने चंगा, मेडिसिन नहीं है। हम लोग कभी कभी सोचते हो वो अच्छा डॉक्टर भाई, वो अच्छा वहां उतर जाएगा तो आपको हो जाएगा। अरे भाई साहब, जो भी मेडिसिन खाएगा वो उसको अंदर वो काम करना चाहिए ना, वो काम करने के लिए किसका परमिशन चाहिए? परमेश्वर पिता का दया चाहिए, उसमें परमेश्वर पिता का कृपा चाहिए। वो मेडिसिन से मैं ये विश्वास नहीं करता हूं, मेडिसिन से हमको चंगा नहीं होगा, मेडिसिन चाहिए होगा, लेकिन विद द ग्रेस ऑफ ऑलमाइटी only I can have the health, है ना? Praise the Lord. सुनो, तो भाई इधर क्या ऐसा वो 4 में बोल रहा है, मेरा प्राण का नाश होने से बचा लिया, मेरा सिर पर करुणा और दया का मुकुट बांध लिया। कितना देखो, ऐसा पूरा लंबा लिस्ट आ रहा है इधर नीचे। Praise the Lord, है ना, जिसमें तेरी लालसा का उत्तम पदार्थ प्राप्त करता है। और जो 6 में लिखा है, यहोवा सब पिसे हुआ के लिए धर्म और न्याय के काम करता है। कभी कभी जो नौकरी में होगा, नहीं तो दूसरा किधर होगा, जो अपना मैनेजर लोग हो गए या कुछ दूसरा कोई लोग हो गए, वो हमारा दुश्मन बन जाते हैं कभी कभी, है ना? है जो पगार का सैलरी का इंक्रीमेंट आने के टाइम अगर कोई सुपरवाइजर आपका दुश्मन है, ये क्रिश्चियन है, ये वो है, ये इंडियन, ये नेपाली है, ऐसा करके जो दुश्मन बन के हमको जो मिलने का है, जो अनुग्रह है, वो
नहीं दे रहा है तो वो जगह पर कौन प्रवृत्ति करेगा? परमेश्वर पिता। वही लिखा ना, जो 6 में वही लिखा है, यहोवा सब पिसे हुए लिए धर्म और न्याय के काम करता है। प्रेज़ द लॉर्ड। हमारे लिए परमेश्वर पिता ने धर्म और न्याय करेगा। प्रेज़ द लॉर्ड। तो हम लोग इतना ब्लेस्ड पीपल आर वी, राइट? कितना हम लोग अनुग्रह लोग है ना, जो कास्ट, ये सब हमको हमेशा सोचना चाहिए। अपना जिंदगी में जो भी है, प्रॉब्लम्स आएगा, इश्यूज आएगा, जो भी आएगा वो तो नॉर्मल है, इट्स नॉर्मल, लेकिन उसको ही देख के नहीं रहने का। जो अभी तक जो मेरा जिंदगी में हालेलुया परमेश्वर पिता नहीं होता तो मैं तो कब का गिर गया होता था, कब का मैं गिर गया होता था, लेकिन उनका वजह से, केवल परमेश्वर पिता की वजह से मैं अभी जिंदा हूं करके वो रेवलेशन हमको होना चाहिए। प्रेज़ द लॉर्ड। तभी ये दाऊद जैसा बोल रहा है ना, उनका उपहार है, जो 2 में जो पढ़ा ना, क्या पढ़ा? उसके किसी उपहार को ना भूलना, है ना? प्रेज़ द लॉर्ड। तो इसलिए ये आजकल जो परमेश्वर जो हमको दिया, जो हमको अनुग्रह दिया, जो आशीष दिया, उसका उपहार को हर दिन हम लोग भूलना नहीं, कभी नहीं भूलना, कभी नहीं भूलना है। उनको हमेशा धन्यवाद देते रहेंगे तो, उसको हमेशा प्रेज़ द लॉर्ड उसका महिमा देते रहेंगे तो, जो हमारा सामने जो शैतान है वो सोचेगा ये काम तो महेश भाई के साथ में नहीं होने वाला है मेरा, और मैं कुछ भी प्रॉब्लम दे रहा तो ये तो हमेशा उनको ही महिमा देते रहता है, उनको स्तुति देते रहता है, तो इनसे मेरा काम नहीं होगा करके क्या करता है? वो छोड़ देगा। प्रेज़ द लॉर्ड। इसलिए ஸ்தோத்திரம். வாங்க நம்ம வாய்ஸ் கேட்டா கூட அப்ப தெய்வத்தின உபகாரம் ஒண்ணும் மறக்கிறது, ദൈവത്തിന് ഉപകാരം ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ 13 വാക്യം വായിച്ചു. അപ്പൻ മക്കളോട് കണ്ണു തോന്നുന്നത് പോലെ. 8 വാക്യം വായിച്ചു. 8 വായിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും ദയയും മഹാദയവും തന്നെ. കണ്ടോ, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുള്ളവൻ തന്നെ. ദീർഘക്ഷമയും മഹാദയവും. ദീർഘക്ഷമയുള്ളവൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഈ പരിപാടിക്ക് ഇല്ലേ, ദൈവം എന്നെ അടിച്ച് തകർത്തന ഇല്ലേ? അതിശോ ஆண்டவங்க போட்டு என்ன போட்டுப்பாங்க? கர்த்தர் உருக்கமும் இரக்கமும் நீடிய சாந்தமும் மிகுந்த கிருபையும் உள்ளவர். பிரைஸ் தி லார்ட். இந்த வசனம் நம்ம வாழ்க்கையில ஆண்டவர் வாக்குத்தத்தமா கொடுத்ததால மாத்திரம் தான் இப்போ என்ன பண்றோம்? ஜீவனோட நானும் அப்படிதான் இருக்கேன், நீங்களும் அப்படிதான் இருக்கீங்க. பிரைஸ் தி லார்ட். அப்போ அதெல்லாம் நம்ம என்ன பண்றோம்? நம்ம மறந்துட கூடாது. பிசாசு என்ன பண்ணுவான்? பிரச்சனையை கொண்டு வந்துட்டு ஆண்டவர் செய்த எல்லா ஆசீர்வாதங்களையும் நம்ம மறக்கடிக்க பண்ணிடுவோம். எப்போது கம்ப்ளைண்ட் பண்ணிட்டே பாரு, உனக்கு இதுல பத்தி அவன் காமிப்பான், நீ பாரு அவனை பாரு, நீ சும்மா போய் ஆராதிக்கிற, இது பண்ற, அவன் ஒண்ணும் செய்யாம இருக்க, அவனுக்கு பாத்தியா அவனுக்கு எவ்வளவு சேலரி கிட்ட பாத்தியா, அவன் எப்படி லைஃப்ல என்ஜாய் பண்ணிட்டு இருக்கான் பாத்தியா, நீ என்னத்த பண்ண சொல்லி இப்படி பேசுறது யாரு தெரியுமா? பரிசுத்த ஆவியானவர்கள். யார் பேசுவா? பிசாசு வந்து ரொம்ப அப்படியே சாஃப்டா அவங்கள பேசுவோம், சாஃப்டா பேசுவோம். அப்ப நம்ம வந்து ஆமா இது வந்து இந்த பேசுற துணி என்ன எவ்வளவு கேர் பண்ணுது அப்படின்னு சொல்லி நடப்போம். அது என்னது? அது பிசாசினுடைய சப்தம். பிரைஸ் அத நம்ம வாசி கேட்டப்ப ஆண்டவர் என்னது? உருக்கமும் இரக்கமும் நீடிய சாந்தமும் மிகுந்த கிருபையும் உள்ளவர். വായിച്ച 13 വാക്യം വായിച്ചേ. അപ്പന് മക്കളോട് കണ്ണു തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കണ്ണു തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൻ വായിച്ച വീണ്ടും. അപ്പന് മക്കളോട് കണ്ണു തോന്നുന്നത് പോലെ. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കണ്ണു തോന്നുന്നു. யாரோட கருணை தோணுது? அந்த பக்தன்மார், தேவனுக்கு பயந்தவர்கள். அப்படிதானே சொல்லுங்க? தேவனுக்கு பயந்தவர்கள் அப்படிதான் போடுவீங்க. ഇറങ്ങുகிறார் തന്റെ ഭക്തന്മാരോട് ഇവൻ കരുണ തോന്നുന്നു. തന്റെ ഭക്തന്മാർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ദൈവത്തിന് ഭയപ്പെട്ട്, അതായത് ദൈവത്തിന് വചനത്തിന് കീഴ്പ്പെട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തുവാണ്? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാണ് ദൈവത്തിന് ഭക്തന്മാർ. ദൈവഭക്തന്മാർ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നത്. അല്ലാതെ ബാക്കിയുള്ള ആരെങ്കിലും പ്രിയപ്പെടുമോ?
ദൈവത്തിന് ഭക്തന്മാർ അവരെന്ത് ചെയ്യും? എപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പ്രിയപ്പെട്ടു. എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല. ജഡം അങ്ങോട്ട് വലിക്കും. ഓ 2 മണിക്കൂർ എൻജോയ് ചെയ്ത് ഈ പിക്ചറൊക്കെ നോക്കുന്നു. പുതിയ റിലീസാ ദൃശ്യം 3. സ്വോത്രം. ഭയങ്കര ത്രില്ലിംഗ് ആണ് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് കണ്ടാട്ടെ, നല്ല പിക്ചറാണ്. ഓ അത് ഡയറക്ട് ചെയ്തെല്ലാം ക്രിസ്ത്യൻ ജിത്തു ജോസഫ് എന്തോ ഡയറക്ടർ. ഓ ക്രിസ്ത്യാനികൾ ഡയറക്ട് ചെയ്ത മൂവിയിൽ കണ്ട പന്ത്. സ്വതന്ത്രം ഇല്ലേ നേഹ? ഫിനിഷ് വാച്ചിങ് ആഫ്റ്റർ ഗോട്ട് ഇന്ത്യ, റൈറ്റ്? അപ്പോ ആ ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും? പിശാച് അങ്ങോട്ട് എടുക്കും. അപ്പോ ഇവിടെ വായിച്ചു കേട്ടപ്പോൾ ദൈവത്തിന് ഭക്തന്മാർ അല്ലെ? ദൈവത്തിന് ഭക്തൻ വായിച്ച വാക്യം വീണ്ടും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യഹോവ തന്റെ ഭക്തന്മാരോടാണ് കരുണ തോന്നുന്നത്. ഭക്തന്മാർ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതുപോലെ ആ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവരായി തീരണം. അങ്ങനെ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ നമ്മൾ യോഹന്നാൻ വായിച്ചാണെന്നല്ലോ. വായിച്ചേ യോഹന്നാൻ 4:34. യേശു കർത്താവ് പറഞ്ഞ ആ വാക്യം വായിച്ചേ. John 4:34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നത് തന്നെ തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. பாத்தீங்களா பிரதர்? தமிழ்ல வாசிங்க பாருங்க. இயேசு அவர்களை நோக்கி இயேசு அவர்களை நோக்கி என்னை அனுப்பினவருடைய சித்தத்தின்படி செய்வதே கிரியை முடிப்பதே என்னுடைய சித்தத்தின்படி செய்வதும் கிரியை முடிப்பதுமே என்னுடைய போஜனமா இருக்கு. பாத்தீங்களா? இயேசு சொல்றாரு போஜனம் எப்ப தேவைப்படும்? அதிசயம் டெய்லி தேவைப்படுதா இல்லையா? ஒரு நாளைக்கு 3 சாப்பிடுறோம். இடையில தான் ஸ்நாக்ஸ் வந்துட்டு அதையும் சாப்பிடுறோம். ஐஸ்கிரீம் சாக்லேட் இல்ல ஐஸ்கிரீம் சாக்லேட் ஸ்டாப் ஆர் ஸ்டில் கண்டினியூ? ഇഷ്ടംപോലെ കഴിച്ചല്ലോ. ഇനി 3 ദിവസമേ ഉള്ളൂ. ഇവിടെ കിട്ടുന്ന സ്നിക്കേഴ്സും മാർസും എല്ലാം അടിച്ച് തകർത്ത് KFC പിന്നെ അവിടെ പോയാൽ ഒന്നും കിട്ടും. ഇവിടെ കിട്ടുന്ന ആ ടേസ്റ്റ് നാട്ടില് കിട്ടത്തില്ല. നാട്ടില് കിട്ടുന്നുണ്ട്, സ്നിക്കേഴ്സും മാർസും എല്ലാം ഉണ്ട്, KFC ഉണ്ട്. നാട്ടിൽ ഓക്കെ. സോ ഇനി 4 ദിവസമേ ഉള്ളൂ. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടിച്ച് തകർക്കോ കേട്ടോ. അപ്പോ പറഞ്ഞു വരുന്നത് സോദരം ഹല്ലേലൂയ എന്താ പറഞ്ഞത്? അപ്പൊ ഭോജനം അല്ലെ? അപ്പൊ ഭോജനം அப்படின்றப்போ நமக்கு ஐ நீட் இட் எவ்ரிடே அப்படிதானே. அதனாலதான் இயேசு கிறிஸ்து பாருங்க அதோட கம்பேர் பண்ணிக்கிறேன். போஜனம் அப்படின்னா without that I cannot live. போஜனம் இல்லாம உயிரோட வாழ முடியுமா? முடியாது. ஃபாஸ்டிங் எடுக்கிறோம், நம்ம பிரேயரோட இருக்கிறோம், மேபி 1 வீக் ஆர் மேபி 14 days 21 days, அதுக்கு அப்புறம் I cannot, right? So போஜனம் அப்படின்றது இயேசு கிறிஸ்து என்ன இருக்கா? ஆண்டவருடைய சித்தப்படி செய்யறது, ஆண்டவருக்கு பிரியமுள்ள காரியம் செய்யறதுதான் இயேசு கிறிஸ்துக்கு போஜனமா இருக்குது. அப்போ இயேசு கிறிஸ்துவுடைய சீஷர்கள் அப்படின்னு இருக்கிற நம்ம எல்லாருமே, இயேசு கிறிஸ்துவினுடைய இளைய சகோதரர்கள் அப்படின்னு இருக்கிற நம்ம எல்லாருமே எப்படி இருக்கணும்? அவருடைய கால் சுவட்டுகளை நம்ம பின்பற்றி நடக்கிற எனக்கும் எப்படி இருக்கணும்? அதே மாதிரி ஆண்டவர் சித்தம் செய்யறத எனக்கும் போஜனமா இருக்கணும். அப்படிதான் தமிழ் வாசிக்க வேண்டும். இயேசு அவர்களை நோக்கி நான் என்னை அனுப்பினவருடைய சித்தத்தின்படி செய்வதும் அவருடைய கிரியையை முடிப்பதே என்னுடைய போஜனமாய் அவருடைய கிரியை முடிப்பதே என்னுடைய போஜனமாயிருக்கு. அப்போ அந்த ஒரு என்னது நான் சொல்ற மைண்ட் செட்டுக்கு நம்ம என்ன பண்ணணும்? வரணும். எப்போது என்னுடைய சித்தத்தின்படியோ என்னுடைய விருப்பத்தின்படியோ எப்போது செஞ்சுக்கிட்டு இருக்காம ஆண்டவரோட சித்தத்தின்படி இல்ல, ஆண்டவருக்கு இது விருப்பமா இல்லையா? நமக்கு ஒரு சில பிளான் வரும். ஓகே, நம்ம இது செய்யலாம் அது செய்யலாம், அதெல்லாம் சிந்திக்கிறது தப்பெல்லாம் கிடையாது. அது செய்யும் பொழுது அத பிஃபோர் ப்ரியர் டு புட் இட் இன்டு ஆக்ஷன்,
prayer to put it into implementation. என்ன பண்ணணும்? இது ஆண்டவரோட சித்தம் தானா அப்படின்னு சொல்லி என்ன பண்ணணும்? நம்ம ஆண்டவரோட ஜெபிச்சு அதை தெரிஞ்சுக்கிட்டு நம்ம என்ன பண்ணணும்? ஆக்ஷன்ல போகணும். அதான் இங்க இயேசு கிறிஸ்து சொல்றார். Praise the Lord. அது எனக்கு போச்சனமா இருக்குது. இல்ல எங்கடா வாச்ச மலையாளத்துல வாச்ச? യേശു അവരോട് പറഞ്ഞത് യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എങ്ങനെ യേശു കർത്താവ്, അതാണ് യേശു കർത്താവിന്റെ ആഹാരമായി ഇരുന്നിരിക്കുക, ആഹാരമായി ഉണ്ടായിരുന്നത് പോലെ ഈ ദിവസം ആ ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്തെങ്കിലും നമ്മളും സ്വന്തം ഈ ദിവസങ്ങളെ ആ യേശു കർത്താവിനെ കാൽച്ചുവട്ടിൽ പിൻപറ്റി നടക്കുന്ന നമ്മൾ ആ ഒവ്വൊരുവരും എന്ത് ചെയ്യുന്നു? സ്വന്തം യേശു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ആ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ പ്രിയമുള്ളവരായി തീരണം. അത് തന്നെ നമുക്കൊരു ആഹാരമായി തീരണം. ദൈവജനമേ, അത് തന്നെ നമുക്കൊരു ആഹാരമായി തീരണം. അങ്ങനെ ഒരു നമ്മുടെ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എന്റെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുവാണ്? ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കുകയാണ്. എന്താണ്? ഒരു സ്വതന്ത്രം സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടു അഭിഷേകം പ്രാപിച്ചിട്ട് അതിന് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം അങ്ങോട്ട് ഒരു മുന്നേറ്റമുണ്ട്. അതിന് മുന്നേറ്റമുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും എന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് ഇഷ്ടം എന്തുവാണ് അറിയാതെ, ദൈവത്തിന് പ്രസാദമുള്ളത് എന്തുവാണ് അതിനെക്കുറിച്ച് യാതൊരു ഭാരമില്ലാതെ ഇപ്പോഴും എന്റെ ഇഷ്ടപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എന്റെ ആത്മീക ജീവിതത്തിൽ ഒരു വളർച്ച എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ വിശുദ്ധ ജീവിതത്തിൽ ഒരു വളർച്ച കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്ത് ചെയ്യാണ്? ചില വചനത്തിന് ജ്ഞാനം ലഭിച്ചതും അല്ലാതെ, പ്രാർത്ഥിക്കുവാനൊക്കെ പഠിച്ചതും അല്ലാതെ അതിനപ്പുറമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു മുന്നേറ്റം കാണുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നത്. ഞങ്ങളെ രാത്രിക്കാലം നമ്മൾ കേട്ടു, ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നത്. മനുഷ്യൻ പാർക്കിற വിധமாக മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ഞാൻ കാണുന്നത്. യഹോവയോ ഹൃദയത്തെ എന്റെ ഹൃദയത്തെ നോക്കുന്ന ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ച് ഈ ദിവസം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, അത് തന്നെ നമുക്കൊരു ആഹാരമായി തീരുവാൻ, അത് തന്നെ നമുക്കൊരു പ്രിയമുള്ള ഒരു വിഷയമായി തീരുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവജനം അങ്ങനെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വിശുദ്ധ ജീവിതം നമുക്ക് അയക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ പകർക്കാലം നമ്മുടെ മുമ്പാ കർത്തർമേശം ഉണ്ടല്ലോ. എന്തുമാത്രം എന്റെ ജീവിതം സ്വതന്ത്രം വിശുദ്ധിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഇവിടെ അറ്റൻഡൻസ് കൊടുക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ മാത്രമല്ല നമുക്ക് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അത് ഒരു പാർട്ടാണ്. കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. കൂട്ടായ്മ വന്നില്ലെങ്കിൽ നമുക്ക് വചനങ്ങളെ കേൾക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. അത് ക്രിസ്തുവായ ആ ശരീരത്തിൽ നമ്മളെല്ലാം അവയവമായി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഈ കൂട്ടായ്മ വളരെ ആവശ്യമാണ്. ബട്ട് ഇറ്റ് ഡസന്റ് സ്റ്റോപ്പ് ദേർ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. എന്തെങ്കിലും അത് വിശുദ്ധിയിലേക്ക് മുന്നേറണം. നമ്മളത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയിലേക്ക് മുന്നേറണം. അങ്ങനെ മുന്നേറുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വിശുദ്ധ ജീവിതം നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. तो 13 पढ़िए 103 में 13. हाँ, जो अभी पढ़ा था ना उसी में लिखा है, जैसे पिता ने अपने बालकों पर दया करता है वैसे ही यहोवा अपने डरपोयों पर दया करता है. हाँ, देखे ना? जैसे पिता अपना बालकों को दया करता है ना, इसी तरह अपना यहोवा ने अपने डरपोयों पर दया करता है. डरपोयों, प्रेज़ द लॉर्ड. जो परमेश्वर पिता का वचन का ऊपर मेरा क्या होना चाहिए? मेरे को डर भय होना चाहिए. उसका अनुसार करना है मेरे को.
उसको मेरे को कैसे भी अनुसार करना है, उसको ओबे करना है। प्रेज द लॉर्ड। जो वचन सुना है वो ऐसे हम उसको भूल जाएंगे, उसको छोड़ देंगे तो उसका मतलब मेरे को क्या नहीं है, डर नहीं है। अभी साइड में कितना बजे रिपोर्ट करना है? कितना बजे महेश राय भाई? 6 बजे। आप कितना बजे जाएंगे उधर? हाँ, है ना? अब 7 बजे जाएंगे क्या? नहीं है। क्यों? वो डर है, वो कंपनी का रूल है, कंपनी का प्रोसीजर है। कंपनी 6 बजे बोलेगा तो मेरे को 6 बजे रहना है ना? वो रूल्स का ऊपर मेरे को डर है, कंपनी का वो प्रोसीजर का ऊपर मेरे को डर है, इसलिए मैं उसको अनुसार कर रहा हूं, है ना? इसी तरह ये वचन का मैं एक वचन सुन रहा हूं, वो उसको मैं छोड़ देता हूं। झूठ मत बोलो, ठीक है ना? वचन है ना इसमें? झूठ बोलने के लिए बोला है क्या वचन में? नहीं है ना? झूठ नहीं बोलना है ना? अगर मैं झूठ बोल रहा हूं तो मेरे का वो वचन का ऊपर डर नहीं है ना? वही है ना? वो वचन कौन दिया? यहोवा ने दिया, यहोवा ने लिखे रखा है। अगर जो यहोवा बोला है, जब कंपनी बोल रहा है 6 बजे रिपोर्ट करो, मैं उधर खड़ा रहता हूं 5:30 बजे, आधा घंटा पहले, यस सर। उधर टूल बॉक्स मीटिंग टूल बॉक्स मीटिंग, वो मीटिंग हेलमेट शू पहन के एकदम वी आर रेडी फॉर एक्शन। 5:30 बजे कंपनी तो बोला 6 बजे आएगा, ठीक है, लेकिन जो वचन आने का टाइम यहोवा बोला है ये मत करो, तो मैं कर रहा था, उसका मतलब क्या है? डर नहीं है। I don't have any fear on the Almighty God. Praise the Lord. தேவனுக்கு பயம் இல்ல, தேவனுக்கு பயம் இல்ல. அது எப்படி நான் புரிஞ்சுக்க முடியும்? எப்போ நான் ஒரு வசனத்தை கேட்டு அதன்படி நடக்கிறதுக்கு நான் என்னை சமர்ப்பிக்கலையோ, அது ஒபே பண்ணணும், அதுக்கு நான் கீழ்ப்படியணும்னு சொல்லி எனக்கு எந்தவித பாரம் இல்லையோ, அப்ப நம்ம புரிஞ்சுக்கலாம் எனக்கு தேவனுக்கு மேல பயம் இல்லை, है ना? प्रेज़ द लॉर्ड। इधर जो वचन में जो पढ़ा है, क्या पढ़ा है? यहोवा अपने डर भयों पर दया करता है ना? तो ये आजकल हमको क्या होना चाहिए? जो परमेश्वर पिता का, प्रेज़ द लॉर्ड, उसका इच्छा ही पूरी। कल जो हम लोग पढ़ा था ना, परमेश्वर का जो साम्स में पढ़ा था, परमेश्वर का इच्छा ही पूरी करना खुशी रहता हूँ। हाँ, प्रसन्न है। कल हम लोग पढ़ा था ना? हाँ, कल पढ़ा था ना? साम्स 40:8 में वही लिखा है, क्या लिखा है? परमेश्वर का इच्छा ही पूरी करना मेरा प्रसन्न है। तो वो परमेश्वर का इच्छा ही पूरी करने में जब मैं प्रसन्न रहूंगा, तब मैं यहोवा का डर भय होगा। तभी यीशु मसीह भी वही बोला। यीशु मसीह क्या बोला है? யோहन्नान 4:34 पढ़िए। யோहन्नान 4:34। யோहन्नान 4:34। आप नेपाल में भी पढ़ सकता है, महेश राय, आप पढ़ सकते हैं नेपाल में भी, कोई मुश्किल नहीं, पढ़िए। यीशु ने उसने कहा, हाँ, मेरा भोजन ये है कि हाँ, अपने भोजने वाले हाँ, की इच्छा के अनुसार चलूं, हाँ, और उसका काम पूरा करूं। हाँ, बस देखा ना? यीशु मसीह बोल रहा है, अपने भेजने वाला कौन भेजा उनको? परमेश्वर पिता। अपने भेजने वालों की इच्छा के अनुसार चलूं और उसका काम पूरा करूं। ये क्या बोलता है? ये यही मेरा भोजन है। भोजन हमको क्यों भोजन का वो कंपेयर करके बोला यीशु मसीह? क्योंकि इसको बिना भोजन के बिना जी सकता है क्या? नहीं है ना? ओके, फास्टिंग पीरियड में 3 days 7 days ओके, उसके बाद भोजन के बिना यू कैन नॉट सर्वाइव। इसका जी नहीं सकते। यीशु मसीह यही कह रहा है,
जो भेजा मेरे को भेजा वो परमेश्वर पिता का इच्छा ही पूरी करना ही मेरा भोजन है। मतलब उसका अलावा तो मैं दूसरा मैं कुछ सोच नहीं सकता हूं। मेरा इच्छा ही प्रायोरिटी नहीं है, परमेश्वर पिता का इच्छा ही मेरा प्रायोरिटी है। प्रेज़ द लॉर्ड। यही ऐसा हम लोग यीशु मसीह का जैसा, हम लोग उनका शिष्य लोग है ना, यीशु मसीह का हम लोग शिष्य लोग। तो शिष्य लोग बोलेगा तो क्या मतलब है? जो अपना गुरु उसको फॉलो करना, वही शिष्य लोग है ना। जो बहुत सारा हिंदू में भी, नेपाल में तो बहुत होगा, इंडिया में तो बहुत है ना। ಈ ಸಾಮಿಯಾರ ಆ சாமியார் இல்ல திசோன் சாமியார் தாடி வச்சுட்டா சாமியார் முடிஞ்சு போச்சு। பெரிய பெரிய கூட்டமா குரு குரு குருன்னு உட்கார்ந்து அவர் சொல்றதுக்கெல்லாம் என்ன பண்ணிட்டு இருப்பாங்க, தலையாட்டிக்கிட்டு செஞ்சுக்கிட்டு இருப்பாங்க। तो शिष्य का मतलब है जो गुरु बोलेगा उसको करना है, यही मतलब है शिष्य। हम लोग यीशु मसीह का शिष्य है। यीशु मसीह क्या किया? यीशु मसीह अपना परमेश्वर पिता का इच्छा ही पूरा करने के लिए वही उनका भोजन था। तो हमको भी क्या होना चाहिए? वही होना चाहिए, तभी मैं शिष्य हूं। नहीं तो आई एम नॉट द डिसाइपल ऑफ जीसस क्राइस्ट। I can say I am a Christian, but I am not the disciple. Big difference there between a Christian and a disciple, है ना। शिष्य लोग और क्रिस्टियानी का बहुत डिफरेंस होता है। क्रिस्टियन तो कोई भी है क्रिस्टियानी बोल सकता है, लेकिन डिसाइपल होने का के लिए क्या होना चाहिए? जो इसमें जो यीशु मसीह कहा है, जो मेरे को जो क्या लिखा था उधर, हाँ, अपने भेजने वाले की इच्छा के अनुसार चलूं और उसका काम पूरा करूं। प्रेज़ द लॉर्ड। तो ये इसी तरह हमको क्या होना चाहिए? प्रेज़ द लॉर्ड। उनका इच्छा ही पूरी करने में, उनका इच्छा ही क्या है करके हमको समझ के उसके हिसाब से हमको आगे चलेंगे तो मैं भी यीशु मसीह का शिष्य बनूंगा। मेरा स्पिरिचुअल लाइफ, मेरा जो स्पिरिचुअल लाइफ है वो आगे बढ़ेगा, इंप्रूव होगा, है ना। प्रेज़ द लॉर्ड। तो इंप्रूव होने का मतलब ये नहीं कि मेरे को वचन बोलने का आता है, मेरे को प्रार्थना करने का आता है, वो भी एक पार्ट है, लेकिन उससे ज्यादा मेरा स्पिरिचुअल लाइफ में मैं आगे बढ़ रहा हूं कैसे मालूम होगा? मेरा अंदर जो मेरा लाइफ होली हो रहा है ना, सैंक्टिफिकेशन, जो विशुद्ध से आगे विशुद्ध बन रहा है। पहले मैं 1 साल पहले मैं बहुत गर्म होता था, रोज मैं झगड़ा करता था, लेकिन अभी बहुत कम हो गया। यही है, आप आगे बढ़ रहे हैं, है ना। पहले तो मैं बहुत मूवी देखता था, हफ्ते में तो 2 मूवी तो मैं देखता था, अभी मैं नहीं देख रहा हूं, मुश्किल से महीना में 1 बार देख रहा हूं। ये इंप्रूवमेंट है, ये इंप्रूवमेंट है। मेरा स्पिरिचुअल लाइफ आगे बढ़ रहा है। प्रेज़ द लॉर्ड। यही चाहिए हमको। इसी तरह हमको आगे बढ़ने के लिए जो यीशु मसीह ने कहा था, अपने भेजने वाले की इच्छा के अनुसार चलो और उसका काम पूरा करो। तो उनका इच्छा ही का अनुसार करना है, उसको इच्छा ही को, वही तेरी इच्छा कल जो पढ़ा था, तेरी इच्छा ही पूरा करने में मेरे को प्रसन्न होता है ना। प्रेज़ द लॉर्ड। तो इसी तरह हमको आगे बढ़ेंगे तभी क्या होगा? प्रेज़ द लॉर्ड। हम लोग स्पिरिचुअल में आगे बढ़ सकते हैं। मेरा जिंदगी अभी विशुद्ध से आगे विशुद्ध बढ़ते जाएगा। अभी हमारा बीच में प्रभु भोज है, इसमें हम लोग शामिल होने के टाइम में अपने आप को एग्जामिन करके जो भी है मेरा जिंदगी में गलती हुआ है वो सब हम लोग कन्फेस करके, प्रेज़ द लॉर्ड, इसका अंदर हम शामिल होंगे तो ये हमारे लिए अनुग्रह बनता है, ये हमारे लिए आशीष बनता है। प्रेज़ द लॉर्ड। സ്വതന്ത്രം। അപ്പോ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി തീരണം, അല്ലേ? അപ്പോൾ ഈ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നു പറയുമ്പോൾ ഇത് നമ്മൾ സ്വതന്ത്രം അല്ലെ പലപ്പോഴും എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നു പറയും, പക്ഷേ ഇത് ദൈവത്തിന് ഇഷ്ടം ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന് സന്നിധിയിൽ അത് ദൈവം എങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഇല്ലേ? ഓക്കെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നത് മനസ്സിലായി. ഇൻ കേസ് ഞാൻ ചെയ്യുന്നില്ല, പ്രാർത്ഥന കഴിഞ്ഞൊക്കെ പോയി വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
നാട്ടിലെ ഫോൺ വിളിച്ചു, ദേഷ്യപ്പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, ആ പ്രശ്നമായി. അപ്പൊ അത് ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ? ഇല്ല. അപ്പൊ ഞാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നെ എങ്ങനെ നോക്കുന്നു? വായിച്ചാട്ടെ, മാത്യു 16 അധ്യായം 21 മുതൽ വായിച്ചാൽ 21. മാത്യു 16:21. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രന്മാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം അല്ലേ, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്യുവാണ്? യേശു കർത്താവിനെ ശാസിക്കുക അല്ലേ? 22 വായിച്ച്. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, 22 പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, ഇത് നിനക്ക് അങ്ങനെ ഭവിക്കരുതേ ഇത് നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു. എന്ന് ശാസിക്കുന്നുണ്ട്. നല്ല കാര്യമില്ല ഇല്ലേ ജാഗ്രത? യേശു കർത്താവിന്റെ സ്നേഹമുള്ളത് കൂടെ ചുമ്മാ കൂടെ പറഞ്ഞില്ല ഇല്ലേ? എന്താ പറയാ, സ്നേഹമുള്ളത് കൊണ്ടാ പറയുന്നത്. ഇന്നത്തെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ഭവിക്കരുത്. യേശു കർത്താവ് വളരെ സന്തോഷമോ, എത്ര സ്നേഹമുള്ള പത്രോസാ, എനക്ക് ശിഷ്യനെ കിട്ടിയിരിക്കുന്ന സന്തോഷമോ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല. വേണ്ടോ? ദൈവത്തിനുള്ളതല്ല, മനുഷ്യനുള്ളത് നീന് കരുതുന്നു. അപ്പോ മനുഷ്യനുള്ളത്, അതായത് എനക്കുള്ളത് മാത്രം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഇല്ലേ, ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാണ് അറിയാതെ, ദൈവത്തിന്റെ ഹിതം എന്തുവാണ് അതിനെക്കുറിച്ച് ആലോചിക്കാതെ, മനുഷ്യർക്കുള്ളത് അങ്ങനെ പറയുന്നത്, ഈ ദൈവത്തിനുള്ളവയില് ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്ക്, നീ എപ്പോഴും മനുഷ്യർക്കുള്ളതേ കരുതുന്നു. നീ മനുഷ്യർക്കുള്ളതേ കരുതുന്നത്. യേശു കർത്താവ് പത്രോസിനെ ശാസിക്കുകയാണ്, അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ എനക്കുള്ളത് മാത്രം കരുതുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യും? എന്നെ കൊണ്ട് ഇത് എങ്ങനെ വിളിക്കും? സാത്താനെ വിളിക്കും. അതാണ് മനസ്സിലാക്കുന്നത്. അതായത് ദൈവത്തിന്റെ ഹിതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ഹിതം എന്ത് പറഞ്ഞു? യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണം, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. അത് എന്ത് ചെയ്തു പത്രോസ് എന്നിട്ട് അത് ഭവിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് യേശു കർത്താവ് എന്ത് ചെയ്യുക? സ്കോൾഡ് ചെയ്യുക. He is scolding the Lord Jesus Christ. You should not talk like this. What a nonsense you are talking. அப்படின்னு சொல்லி பேதுரு என்ன பண்றாரு? இயேசு கிறிஸ்துவை ஸ்கோல்டு பண்றாரு. இப்போ நல்ல ஒரு பாசமா இருந்தா தானே சொல்ல முடியும். நமக்கு ஏதாவது கஷ்டம் வருது அப்படின்னா, இல்ல உனக்குலாம் அப்படி நடக்காது அப்படின்னு சொன்னா நம்ம பரவாயில்ல, மேல எவ்வளவு பாசமா இருக்காங்கன்னு தான் நினைப்போம். அப்படிதானே? ஆனா அது தேவனுடைய சித்தத்துக்கு எதிராக இருந்ததுனால இயேசு கிறிஸ்து பேதுருவை பார்த்து என்ன சொல்றாரு? நீ தேவனுக்கு ஏற்றவைகளை சிந்தியாமல் மனுஷருக்கு ஏற்றவைகளை சிந்திக்கிறாய். Praise the Lord. அப்ப இது பாசிபிள் ആണ്. ഈ നമുക്ക് എപ്പോഴും നമ്മുടെ ഈ മനുഷ്യർക്ക് ഉള്ള മാത്രം ചിന്തിക്കാതെ, അതായത് എന്റെ കാര്യം മാത്രം നോക്കാതെ അങ്ങനെ ജീവിക്കാൻ പറ്റൂ?
എപ്പോഴും ദൈവത്തിന് നിർമ്മാണത്തിന് ചിന്തിക്കാൻ പറ്റും. അത് അല്ലേ പറ്റും. ജനിച്ച് വീഴുന്നത് മുതൽ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ കാര്യത്തിന് വേണ്ടിയാ നോക്കി എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കും. ഒരു കുഞ്ഞെടുത്ത് ഇപ്പൊ കരയുക, ഒരു ഡോള് കാണിച്ചു, അപ്പൊ അത് കൊടുത്തില്ലാണെന്ന് അത് കരയുന്നത് എന്തിനാ? ആ കുഞ്ഞിനാ ഡോൾ വേണം, ആ കുഞ്ഞിനെ ഡോൾ വേണം. അപ്പൊ തനക്കുള്ളത് ആ വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതാ അല്ലേ? രണ്ടു വഴക്കുണ്ടാക്കും. മൊബൈൽ വേണമെന്ന് അച്ഛനുള്ള ഈ സാധനം ഇടയ്ക്ക് വരുമ്പോൾ വഴക്കുണ്ടാകത്തില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാം രണ്ടായിട്ട് മേടിക്കുമായിരിക്കും. ഇനി കുറച്ച് ദിവസം ആകുമ്പോൾ 3 മേടിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ മൈൻഡ് സെറ്റ്, ഈ ഹ്യൂമൻ ബീങ്ങിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എനക്ക് എന്ത് കിട്ടും, എനക്ക് എന്ത് കിട്ടും, ഈ കമ്പനി ചോദിച്ചത് എനക്ക് എന്ത് കിട്ടും, ഇയാളെ സോപ്പിട്ടാൽ എനക്ക് എന്ത് കിട്ടും, ഇയാളെ ചെയ്താൽ എന്ത് കിട്ടും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇയാളെ പിടിച്ചാൽ എനക്ക് പുലി എന്ത് ചെയ്യും? പ്രാർത്ഥനയെ സഹായിക്കും. ഇയാളെ പിടിച്ചാൽ എനക്ക് അത് ചെയ്യും. അപ്പോ എപ്പോഴും എനക്കെന്ത് കിട്ടും, എനക്കെന്ത് കിട്ടും, എനക്കെന്ത് കിട്ടുന്നില്ല. നമ്മൾ വായിച്ച് കേട്ടതുപോലെ എന്തുവാണ്? മനുഷ്യർക്കുള്ളത് മാത്രം ഞങ്ങൾ ചിന്തിച്ചു. ഇവിടെ വായിച്ച് കേട്ടപ്പോൾ ദൈവത്തിന് നീ വായിച്ച ആ ഭാഗം മാത്രം, നീ ദൈവത്തിനുള്ളത്, നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യൻ അത്രേ നീ കരുതുന്നു. എല്ലാ കാര്യങ്ങളും അല്ലേ, എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് എന്താണ്? നിന്നെ ദൈവത്തിനുള്ളത് ചിന്തിക്കും. അപ്പൊ അത് എങ്ങനെ സംഭവിക്കും? അത് എങ്ങനെ സംഭവിക്കും? നമ്മെ കൊണ്ട് കഴിയുകയില്ല, എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാ കൊണ്ട് കഴിയും. എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാ കൊണ്ട് കഴിയും. അപ്പൊ എന്റെ മനസ്സിന് എന്തെങ്കിലും തുറന്നു കൊടുക്കണം പരിശുദ്ധാത്മാവിന്. ഇത് സ്വന്തം ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു പ്രോസസ്സാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇംഗ്ലീഷിൽ എങ്ങനെ വായിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് മാത്യു 16:23. Jesus turned and said to Peter, Get behind me, Satan. You are a stumbling block to me. You do not have in mind the concerns of God, but only human concerns. Praise the Lord. അപ്പോ ആ ദൈവത്തിന്റെ ഈ ഗാഡ്സ് മൈൻഡിലായിരുന്നു അല്ലേ സ്വതന്ത്രം. ആ ദൈവത്തിന്റെ ഇഷ്ടമുള്ള സ്വതന്ത്രം നമ്മുടെ മനുഷ്യനെ എല്ലാം എപ്പോഴും എന്നെ മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതോ അതിലിருந்து എനിക്ക് ഒരു ഗാഡ്സ് സ്വതന്ത്രം ആ ദൈവത്തിന്റെ കൺസേണിലേക്ക് ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് എന്റെ ചിന്തയെ തിരിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ ജീവിതം മുഴുവതും അതിങ്ങനെ ഈ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്ത് ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഹിതം എന്തുവാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യും? എന്നെ ഇങ്ങനെ അത് സ്വതന്ത്രം ഈ വഴി നടത്തി കൊണ്ടുപോകും. ദൈവത്തിന് ഹിതം എന്തുവാണ് മനസ്സിലാക്കേണ്ടത്, ആ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ എന്നെ എവിടെയും ഒவ்வொரு ദിവസവും അതിനെ അത് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നടന്നു പോകും. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സംഗീതത്തിൽ വായിച്ച് കേട്ടതുപോലെ ആ 7-ാം വാക്യം വായിച്ചേ. 7-ാം വാക്യം 103:7. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. കണ്ടോ, 2 വ്യത്യാസമുണ്ട്. മോശയ്ക്ക് ദൈവം തന്റെ വഴികളെ കാണിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് എന്താ കാണിച്ച്? പ്രവൃത്തികൾ കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ 2 കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് നമ്മൾ നോക്കണം. എപ്പോഴും ദൈവം എന്നെ വിടുവിച്ചു പറഞ്ഞ് സ്വതന്ത്രം അതിൽ മാത്രം സന്തോഷിക്കുന്ന വ്യക്തിയാണോ? ദൈവം എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചു, എന്നിട്ട് ഈ ആ ഒരു പ്രയാസത്തിൽ നിന്ന് വിടുവിച്ചു, ഈ ഒരു രോഗത്തിൽ നിന്ന് വിടുവിച്ചു, അതിൽ നിന്ന് വിടുവിച്ചു, ഒക്കെ നല്ലത് തന്നെയാ. പക്ഷെ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ നിൽക്കുന്നെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്, ഒരു ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാത്ത ഒരു ജീവിതം.
എന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, ആ ദൈവത്തിന് ഇഷ്ടം എന്തുവാണ് അറിയേണ്ടതിന് ആ പരിശുദ്ധാത്മാവ് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് അറിയിക്കുകയും അവന്റെ വഴികളെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. അതാണ് ഇസ്രായേൽ ജനങ്ങൾ എന്ത് പറഞ്ഞു? അവരെല്ലാം അത്ഭുതം കൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും മണ്ണ കിട്ടുന്നുണ്ട്. പാറയെ പിളർന്ന് എന്ത് ചെയ്തു? വെള്ളം കിട്ടി അല്ലേ? ആ ചെങ്കടലിനെ പിളർന്ന് എന്ത് ചെയ്തു? പാത കിട്ടി. എല്ലാ ദിവസവും അത്ഭുതങ്ങളാണ്. അതെല്ലാം അവിടെ ചെയ്ത് അവിടെ മാത്രം നിൽക്കുക. എന്നാൽ മോശ അങ്ങനെ ഇല്ലായിരുന്നു. ഒരുപടി കൂടെ മേലോട്ട്. ദൈവത്തിന്റെ വഴികളെ അവന് മനസ്സിലാക്കാൻ പറ്റി. ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോ സ്വന്തം ഈ കുഞ്ഞിനെ ഇപ്പൊ നമ്മളെ ഈ അന്നക്കുട്ടിയും ടിട്ടു ഇല്ലേ? ടിട്ടു വയ്ക്കാം അടുത്ത് റെഡിയാകുവാൻ. അപ്പോ ഇപ്പോ ഈ പ്രായത്തില് ഇപ്പൊ സച്ച് ഡോട്ടുകളിൽ വന്നു, ഇല്ല കടെങ്കിലും വെളിയിൽപ്പെട്ട് വന്നു വെച്ചാൽ അപ്പൊ ടിട്ടു ഏതെങ്കിലും പപ്പ എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഏതെങ്കിലും സാധനം കൊണ്ടുവന്നോ? ഏതെങ്കിലും സാധനം എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് മാത്രമേ ഈ ടിട്ടുവിന്റെ മൈൻഡ് പോകത്തില്ല. അവൻ ഇപ്പോഴും കുഞ്ഞാണ്. പക്ഷേ ചിറുകൂടെ വളർന്നു വരുമ്പോൾ ഇല്ലേ? ഇപ്പം സജ് ബിസിനസ് ചെയ്യുക. അപ്പോ ചിറുകൂടെ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ടിട്ടുവിന്റെ ആ മൈൻഡ് എങ്ങോട്ട് പോകും അല്ലേ? ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഓക്കെ പപ്പ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു, അത് എങ്ങനെ ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഓർഡർ എടുക്കുന്നു, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു ഇവന്റെ ഈ അവന്റെ മൈൻഡ് എന്ത് ചെയ്യും? അത് ആ പ്രായം കൂടുമ്പോൾ പപ്പയുടെ വഴികൾ എന്ത് ചെയ്യും? ഇവൻ മനസ്സിലാക്കാൻ തുടങ്ങും. ഇപ്പൊ അവനക്ക് അത് ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇവൻ ചെറിയ ബാലനാണ്. ഇത് അവനക്ക് ബാലനാണ്, ഇപ്പോഴും കുഞ്ഞാണ്. ഇത് അവനക്ക് ആവശ്യമില്ല. ഇപ്പം ഏതെങ്കിലും പപ്പാണെങ്കിൽ ഏതെങ്കിലും ഗിഫ്റ്റ് തരുവോ, ഏതെങ്കിലും ചാക്ലേറ്റ് മേടിച്ചു തരുവോ, ഏതെങ്കിലും പുസ്തകം മേടിച്ചു തരുവോ, അങ്ങനെ ഉള്ള പേന മേടിച്ചു തരുന്നില്ല. അത് പ്രവൃത്തികളിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് കണ്ട് സന്തോഷിക്കത്തുള്ളൂ. എന്നാൽ സ്വന്തം ഈ വളർന്നു വരുമ്പോൾ അപ്പോഴും പ്രവൃത്തിയിൽ മാത്രമേ കണ്ടുപിടിച്ചില്ല. എപ്പോഴും അവന് ബാലനായിരിക്കുക. എന്നാൽ സ്വന്തം വളർന്നു കഴിയുമ്പോൾ എന്റെ പപ്പയുടെ വഴികൾ എങ്ങനെയാണ്, എന്റെ പപ്പ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, എന്റെ പപ്പ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്റെ പപ്പയുടെ എങ്ങനെ ആത്മീയത എങ്ങനെയാണ് ഉള്ളത്. അപ്പൊ അത് കണ്ട് പപ്പാന്റെ വഴി എന്ത് ചെയ്യും? അവന് മനസ്സിലാക്കാൻ തുടങ്ങും. ഇതുമാണ് വ്യത്യാസം അല്ലേ? അപ്പോ അതുപോലെ ഈ സ്വന്തം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇപ്പോഴും ആ ദൈവം എന്നെ വിടുവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാത്രം സന്തോഷിച്ചിരിക്കുന്നെങ്കിൽ എന്റെ ആത്മീയത്തിന്റെ ലെവൽ ഏതാണ്? ബാലനാണ്, ശിശുവാണ്. ഇപ്പോഴും ശിശുവായിട്ടിരിക്കുക. പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുന്നു, സാക്ഷ്യം പറയും, ദൈവനെ വിടുവിച്ചു, അത്ഭുതം ചെയ്തു. ഓക്കെ ഫൈൻ, ദൈവനാമത്തിന് മഹത്വം കൊടുക്കണം, ഇല്ലാന്നല്ല, തീർച്ചയായിട്ടും കൊടുക്കണം. എന്നാൽ ആ ലെവലിലല്ല നിൽക്കേണ്ടത്. ദൈവത്തിന്റെ വഴികളെ അറിയുമെങ്കിൽ എന്ത് ചെയ്യും? എന്റെ ആത്മീക ജീവിതത്തില് വളർച്ച ഉണ്ടാകണം. എങ്ങനെയാണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്? ഈ വായിച്ച് കേട്ടതുപോലെ ആ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ്, ദൈവത്തിന് ഇഷ്ടം അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുകയും ആ യഹോവയുടെ വഴികൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്യുന്നതിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത് യേശു കർത്താവ് പത്രോസിനോട്. ഒന്ന്, നീ എനിക്ക് ഇടർച്ചയാകും. രണ്ടാമത്, നീ സാത്താനെ പറഞ്ഞു. യേശു കർത്താവ് 2 പ്രാവശ്യമേ സാത്താനെ പറഞ്ഞിട്ടുള്ളൂ ബൈബിളിനകത്ത്. He said only 2 times. വേറൊരു സമയം എവിടെ അറിയോ? മേഹ വേറെ 40 ദിവസം ഉപവാസം വന്നപ്പോ സാത്താനെ എന്നെ വിട്ടു പോകുന്നു പറഞ്ഞല്ലേ? 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് പത്രോസിലൂടെ പ്രവർത്തിച്ച, പത്രോസിനല്ല പത്രോസിലൂടെ പ്രവർത്തിച്ച ആ പിശാചിനെ ശാസിക്കുവാനായി. എപ്പോഴാണ്? അവൻ മനുഷ്യർക്കുള്ളത് മാത്രം ചിന്തിച്ചപ്പോൾ, അവനക്കുള്ളത് മാത്രം ചിന്തിച്ചപ്പോൾ. യേശു കർത്താവ് അവനെ ശാസിക്കുന്നെങ്കിൽ ഈ പകൽക്കാല ദൈവജനമേ, നമ്മുടെ ചിന്താ മണ്ഡലം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിനുള്ളവരെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തെയാണ് ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും എന്റെ കാര്യത്തെ മാത്രം നോക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതികളെ മാത്രം കണ്ടുകൊണ്ട് ഇപ്പോഴും ശിശുവായിട്ട് ജീവിക്കുന്ന ഒരു പരിതാപകരമായ ഒരു അനുഭവമെങ്കിൽ ഈ പകർക്കാലം നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം.
உணவுமா கர்த்தர் சொல்லுங்க. Hallelujah. Praise the Lord. Thank you Jesus. Hallelujah. Almighty. Praise the Lord. स्तोत्रम. एक वचन पढ़ेंगे ये Matthew 16:23. उसने फिर कर पतरस से कहा, ए शैतान, एक मिनट पढ़िए, इधर से पढ़िए, 21 से पढ़िए, 21 से। उस समय से यीशु अपने चेलों का बताने लगा, मुझे अवश्य है कि यरूशलेम को जाओ और प्राचीनों और प्रधान याजकों और शास्त्रियों के साथ से बहुत दुख उठाओ और मार डाला जाओ और तीसरे दिन जी उठा। इस पर पतरस उसने अलग से जाकर डांटने लगा, हे प्रभु परमेश्वर न करे, तू पर ऐसा कभी न होगा। उसने फिर कर पतरस से कहा, हे शैतान, मेरे सामने से दूर हो, तू मेरे लिए ठोकर का कारण है, क्योंकि तू परमेश्वर की बातें नहीं पर मनुष्य की बातें पर मन लगाता है। हाँ, देखा ना? तो इसमें यीशु, वो तो पतरस से बोला उनका जो क्रूसिफिकेशन, राइट? यीशु मसीह का क्रूसिफिकेशन बारे में यीशु मसीह ने एक्सप्लेन करने के टाइम पतरस आके बोला, नहीं वो तुमको ऐसा नहीं होना चाहिए, कभी नहीं होगा, आई विल नॉट अलाउ दैट। तो उनका प्यार था ना, यीशु मसीह के ऊपर प्यार था, इसलिए बोला वो। ऐसा तो प्यार नहीं है, ऐसा नहीं है ना, ही वॉज डूइंग गुड थिंग, राइट? लेकिन यीशु मसीह क्या कहा उनको? शैतान कहा। क्या बोला वो? ये मेरे सामने से दूर हो, तू मेरे लिए ठोकर का कारण है, क्योंकि तू परमेश्वर की बातें नहीं पर मनुष्य की बातों पर मन लगाता है। जब सिर्फ अपना ही हमारे में हम लोग सोचते रहेंगे, परमेश्वर का बारे में, परमेश्वर मेरे को क्यों इधर लेके आया, परमेश्वर मेरा बारे में क्या प्लान है, मेरे द्वारा व्हाट ही वांट्स टू डू फॉर द गॉड्स किंगडम, जो परमेश्वर जो गॉड्स किंगडम के लिए हमको कुछ करना है ना, इसलिए तो हमको चुना है। प्रेज़ द लॉर्ड। तो मेरे को उसके बारे में कुछ भी मैं नहीं सोच रहा हूं, सिर्फ मैं मेरा ब्लेसिंग्स के लिए, मेरा वो के लिए, इसके लिए सिर्फ उसी का हमेशा मैं वही सोच के बैठा हूं। तो यीशु मसीह इसके लिए ये पतरस को यही कहा है, क्या है? तुम परमेश्वर की बातें नहीं पर मनुष्यों की बातों पर मन लगाता है, हमेशा मन लगाता है। ऐसा नहीं कि अपना जो चीज के लिए हमको तो सोचना पड़ेगा, दैट्स नॉट द थिंग हियर, बट ही हमेशा जो परमेश्वर का प्लान है उसका अगेंस्ट में पतरस बोला, है ना? पतरस बोला वो परमेश्वर का प्लान है हमारे लिए, यीशु मसीह क्रूसिफाई होना है ना? वो अल्टीमेटली गॉड का प्लान है, बट ही वाज सेइंग नो, यू आर नॉट सपोज्ड टू डू दैट, मैं ये होने नहीं दूंगा। ऐसा करके परमेश्वर पिता का प्लान का अगेंस्ट में जब बात किया तो यीशु मसीह बोल रहा है, क्या बोल रहा है? तुम परमेश्वर की बातें नहीं पर मनुष्य की बातों पर मन लगता है। तो हम लोग भी अपना बारे में क्या है ना, जो परमेश्वर मेरे द्वारा क्या करना चाहता है, जो परमेश्वर का इच्छा ही पूरी करने में हमारा मन हमेशा लगना चाहिए। जो परमेश्वर जो ना करने के लिए बोला तो उसको नहीं करना है, जो करने के लिए बोला वही करना है। तभी मैं क्या कर रहा हूँ? परमेश्वर पिता के बाद डर भय में हम लोग, या परमेश्वर पिता की बातों में सुन रहा हूँ, नहीं तो सिर्फ अपना ही बातों में, अपना ही बारे में सोच के मैं हर दिन जी रहा हूँ। तो यीशु मसीह ये ऐसा जिया, पतरस ऐसा एक बात बोला, तो ये बोला दो चीज बोला, क्या बोला? तुम मेरा, पहले बोला तुम शैतान हो और मेरे लिए ठोकर का कारण है, स्टम्बलिंग ब्लॉक, मेरे लिए ठोकर का कारण है। तो मतलब गॉड्स किंगडम के लिए तुम ठोकर का कारण बन गया। तो हम लोग भी ऐसा हम सोचेंगे तो हम लोग भी क्या हो जाएंगे? ठोकर का कारण बन जाएंगे। कभी
सिर्फ अपना ही थिंग्स बारे में ही सोचते रहे 24 घंटा, परमेश्वर का बारे में या प्रार्थना करने में, दूसरे को गॉस्पेल बोलने के लिए, नहीं तो दूसरे को जो भी है अपना पवित्र आत्मा जो हमको गाइडेंस दे रहा है वो सबको मैं सुन रहा नहीं हूँ, इग्नोर नहीं कर रहा हूँ, जो अपना मर्जी का ऊपर जी रहा हूँ, तो आई एम ऑल्सो इवन दो आई एम अ क्रिश्चियन, मैं भी धोकर का कारण बन जाता हूँ, है ना। प्रेज़ द लॉर्ड। तो इसलिए हमको आजकल कैसे रहना चाहिए, जो उनका जो परमेश्वर का इच्छा ही पूरा करने में हम लोग संपन्न होना चाहिए, उसमें हम लोग संपन्न होना चाहिए। प्रेज़ द लॉर्ड। ஸ்தோத்திரம். ஹல்லேலூயா. தமிழ் அப்படிதானே வாசிங்க, திஸ்வன் வாசிங்க அப்ப தமிழ்ல. மத்தேயு 16:21 இருந்து வாசிங்க. மத்தேயு 16. அது முதல் இயேசு தாம் எருசலேமுக்கு போய் மூப்பராலும் பிரதான ஆசாரியராலும் வேதபாகராலும் பல பாடுகள் பட்டு கொலையுண்டு மூன்றாம் நாளில் எழுந்திருக்க வேண்டும் என்பதை நம்முடைய சிஷ்யருக்கு சொல்ல தொடங்கினார். அப்பொழுது இயேசு பேதுருவை அவரை தனியே அழைத்து கொண்டு போய், ஆண்டவரே, இது உமக்கு நேரிடக்கூடாது, இது உமக்கு சம்பவிப்பதில்லை என்று அவரை கடிந்து கொள்ள தொடங்கினார். அவரோ திரும்பி பேதுருவை பார்த்து, எனக்கு பின்னாக போ சாத்தானே, நீ எனக்கு இடரலாய் இருக்கிறாய், தேவனுக்கு ஏற்றவைகளை சிந்தியாமல் மனுஷனுக்கு ஏற்றவைகளை சிந்திக்கிறாயே என்றார். பாத்தீங்களா? அப்ப நல்ல காரியம் தான் சொன்னாரு இல்லையா? நம்மளை பார்த்து சொன்னாங்கன்னா ஓகே, ஆனா இங்க என்ன சொல்றாரு, தேவனுடைய பிளானுக்கு எதிராக இருந்ததுனால இல்லையா? அவர் ஆண்டவன் சொல்றாரு, இயேசு கிறிஸ்து பாருங்க, நீ தேவனுக்கு ஏற்றவைகளை சிந்தியாமல் மனுஷருக்கு ஏற்றவைகளை சிந்திக்கிறான்னு சொல்லி ரெண்டு விஷயம் சொல்றாரு. ஒண்ணு, நீ எனக்கு இடரலாக இருக்கிறாய். இரண்டாவது பேதுரு பார்த்து சொல்றாரு, சாத்தானே எனக்கு பின்னாக போ சாத்தானே இல்லையா? அப்ப இந்த நாட்களில் கூட ஆண்டவருக்கு பிரியமான காரியங்களை நம்ம செய்யறவங்களா மாறணும். இயேசு கிறிஸ்து சொன்னது போல ஆண்டவன் எதுக்காக அழைத்தாரோ, எந்த காரியத்துக்காக செய்யறோ அதே எனக்கு போஜனமா இருக்குதுன்னு சொன்னது போல இந்த நாட்களில் கூட ஆண்டவருடைய இஷ்டம் செய்கிறவர்களாக, ஆண்டவரை பிரியப்படுத்துறவர்களாக, ஆண்டவருடைய சித்தம் செய்கிறவர்களாக நம்ம முற்றிலுமாக ஆண்டவர் கரங்களில் சமர்ப்பிக்கும் பொழுது ஆண்டவர் ஆசீர்வதிச்சு என்னுடைய ஆவிக்குரிய வாழ்க்கையில என்னை வளர்த்தி, சங்கீதத்தில் வாசிச்சது போல மோசேக்கு எப்படி தன்னுடைய வழிகளை தெரியப்படுத்தினாரோ அது போல ஆண்டவர் நமக்கும் தன்னுடைய வழிகளை தெரியப்படுத்துவார். അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരം ഏൽപ്പിക്കാൻ വാക്ക് ഇവിടെ ചുരുക്കുകയാണ്. കേട്ട വചനത്തിന് മുൻപ് പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്. നമ്മളെ തന്നെ ശോധന ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ പ്രിയപ്പെടുന്നുള്ള ആ വചനപ്രകാരം ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നപ്പാ, ഇതാ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, എന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്നെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന് എന്നെ ഒരുക്കണമേ. അങ്ങേക്കിതമല്ലാത്ത കാര്യങ്ങളപ്പാ അതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളയണമേ കർത്താവേ. എന്നെ അനുപ്പിനവർ എന്റെ അയച്ചവന്റെ ഈ ഹല്ലേലൂയ ഇഷ്ടം ചെയ്യുവാനും അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതേ എന്റെ ആഹാരം. യേശു കർത്താവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി അത് തന്നെ നമുക്കൊരു ആഹാരമായി തീരേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു അൽമൈറ്റി. നമ്മുടെ ആത്മീക ജീവിതത്തെ കണ്ട് പ്രൈസ് ദി ലോർഡ്, സ്വന്തം ദാവീദോട് പറഞ്ഞതുപോലെ ഇതാ എന്റെ എനിക്ക് ബോധിച്ച പുരുഷനായിരിക്കുന്നത്